ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്, ഇല്ലെങ്കിൽ റീസെൻ്റ്ലി കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വേർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഡിസ്കോഡ്, അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഡിസ്കോഡിനെ പറ്റി പറയുക. അപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് എയർ ഡ്രോപ്പുകളൊക്കെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഡിസ്കോഡിൽ നല്ല കമ്മ്യൂണിറ്റിയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ ഡിസ്കോഡിൽ നല്ല റോളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് ഒക്കെ പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഇവൻ ബ്ലസ് എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ടോക്ക് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഡിസ്കോഡും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നതാണോ? അല്ല, മുമ്പ് തൊട്ടേ നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഡിസ്കോഡിൻ്റെ ലിങ്ക് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവൻ ഞാൻ പോലും അതിൽ എന്ത് ചെയ്യില്ല, ഡിസ്കോഡിലൊന്നും ഒരുപാട് ആക്റ്റീവ് ആവില്ല. നേരത്തെ ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ടൈം എറയിലൊക്കെ ഓരോരോ സമയത്ത് ഓരോ രീതിയിലാണ് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ നല്ല പാർട്ടിസിപ്പേഷനിലുള്ള ആൾക്കാർക്ക് നല്ല എയർ ഡ്രോപ്പുകൾ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, എന്താണ് ഡിസ്കോഡിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. അതേപോലെ തന്നെ മുമ്പ് ഇപ്പോൾ പല ചാനലും മലയാളി ക്രിപ്റ്റോ ചാനൽ തന്നെ നിങ്ങൾ എടുത്തു, അവർ പറയും ഞാൻ അന്നേ പറഞ്ഞു പക്ഷെ നിങ്ങൾ ചെയ്തില്ല, നിങ്ങളുടെ കുഴപ്പമാണ്. അങ്ങനെയുള്ള പല ആൾക്കാരും എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു വാദമൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞു, ഇത് കണ്ടില്ല, 4-5 പേർക്ക് കിട്ടി, നിങ്ങൾക്കൊന്നും കിട്ടിയില്ല, അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കുഴപ്പമാണ് എന്നുള്ള ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോ മലയാളി ചാനൽ പോലും നിങ്ങളെയൊക്കെ എന്ത് ചെയ്യും, പറയുന്നുണ്ടാവും. ഞാനൊന്നും അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ ഇവൻ ഒരു പ്രൊജക്റ്റ് ഞാൻ ഇടുകയെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൻ്റെ സെർവറിൻ്റെ ലിങ്ക് ഇട്ടാലും നമ്മൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, അതിലേക്ക് ഓപ്പൺ ചെയ്ത് പോയില്ല. അത് നമ്മളായാലും ആരായാലും അങ്ങനെ പെട്ടെന്നൊരു സെർവറിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ഊഹാബോധത്തിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഞാനൊക്കെ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് കമ്പനി ചെയ്തിട്ട് ഡിസ്കോഡിൽ നിങ്ങൾ കയറ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കോഡിൽ കയറണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഈവൻ ഈ ഒരു സമയത്താണ് ഞാൻ പറയുന്നത് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും എന്താണ് ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഇല്ലെങ്കിൽ ഒരു സൂം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ടെലിഗ്രാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ. നേരത്തെയൊക്കെ ഈ ഒരു ഹൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, എംഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം പോലെ തന്നെ ഉള്ള ഒരു ചാറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്, ആദ്യം ഈ ഒരു ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗെയിമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഗെയിമേഴ്സിനൊക്കെ ഇത് ആൾറെഡി വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ഓരോ ലെവലിനനുസരിച്ചും അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും അവിടെ നിന്ന് ഒരു റോള് കിട്ടിയിട്ട് അവർക്ക് നല്ലൊരു റിവാർഡ് കിട്ടുന്ന ഒരു സമയമൊക്കെ ഡിസ്കോഡിനുണ്ടായിരുന്നു. അപ്പോൾ അന്നുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും അറിയാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി ഇതിപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് ക്രിപ്റ്റോ കമ്പനികളും അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പഠിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ ഒരു ഡിസ്കോഡിനെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള കമ്പനീസ് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൗസറിൽ ഇവൻ്റെ ഒരു വെബ്സൈറ്റ് വഴി തന്നെ നമുക്കിതിൽ ഓപ്പൺ ചെയ്തെടുക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കോഡിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ കയറുമ്പോൾ ഒരുപാട് സെർവർ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് റോൾ ഉണ്ട്. ഈ സെർവർ എന്ന് പറയുന്നത് ഇവൻ്റെ ചാനലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടുകയാണ്. അവർ കുറച്ച് റോൾസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഇവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇല്ലെങ്കിൽ ഇവൻ്റെ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു റോള് ഇല്ലെങ്കിൽ ആ റോൾ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ, എൻ്റെ ചാനലുണ്ടല്ലോ, അഡ്മിൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഈ ഒരു കോർ മെമ്പർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അലേർട്ട് മോഡറേറ്റർ ഉണ്ടല്ലോ, ഈ ഒരു മോഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അഡ്മിൻ ഇപ്പോൾ ഈ ഒരു ഡിസ്കോഡ് സർവറിൽ ഇല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടാക്കിയ ആൾക്കാർ നിങ്ങൾക്ക് കുറച്ച് റോള് തരികയാണ്. അത് ലിമിറ്റഡ് റോൾസ് ആണ്. ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിട്ട് നിങ്ങൾ അതിൽ കയറണം. അങ്ങനെ കയറി അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ റോള് ക്ലെയിം ചെയ്യുന്ന ഈ ഒരു റോളുകളിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്കോഡിലൊക്കെ റോള് ഞാനുണ്ട്, ഇനി എൻ്റെ ഒരു അക്കൗണ്ട് എടുത്ത് പറഞ്ഞാൽ ഈ റോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ റോളുള്ള ആൾക്കാർക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് ഞാൻ കൊടുക്കും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ആർക്കും അറിയാം, ഈ ഒരു അഡ്മിനോ അല്ലെങ്കിൽ അവിടെയുള്ള മോഡായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്കോഡിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഡിസ്കോഡ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫോൺ വെച്ച് വഴി തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിലും ഇല്ലെങ്കിൽ വെബ്സൈറ്റിലും അങ്ങനെയുള്ള പല കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെർവർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഈ ഒരു സെർവർ, റോള്, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടേഴ്സ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതൊരു പുതുമയായിട്ട് തോന്നുന്നു. അല്ലാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെലിഗ്രാം പോലെയും ഫേസ്ബുക്ക് പോലെയും നിങ്ങളിതൊരു 4-5 പ്രാവശ്യം ഇതിലൊക്കെ ഉപയോഗിച്ചെന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ഇതിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. നിങ്ങളുടെ ഒരു പ്രൊഫൈലിന് നല്ലൊരു പേര് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു അക്കൗണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിസ്കോഡ് ഇങ്ങനെയുള്ള ഓരോ ചാനലിലൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നാണ് കൂടുതൽ ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഓരോ എയർ ഡ്രോപ്പ് വരുമ്പോഴും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ ഡിസ്കോഡ് സെർവർ ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഡിസ്കോഡിൽ നടക്കുന്നുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഇൻകം കിട്ടുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം പോസ്റ്റിൻ്റെ വിത്ത് ഇൻക്ലൂഡഡ് ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വെച്ച് തന്നെ കയറാം. അപ്പോൾ ഞാനിവിടെ lemoob.xyx എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കോമൺ കമ്മ്യൂണിറ്റി എയർ ഡ്രോപ്പിൻ്റെ ഈ ഒരു ഡിസ്കോഡിൻ്റെ സെർവറിലേക്ക് കയറിയിട്ടുണ്ട്. സെർവർ എന്ന് പറഞ്ഞാൽ ചാനലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു ചാനലിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്കിവിടെ വേരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വേരിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ഹ്യൂമൻ വേരിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വേരിഫൈ കൊടുക്കുക. അപ്പോൾ വേരിഫൈ എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാപ്ച അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്കിവിടെ വരും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 2 3 4 6 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് ആയിരിക്കും വരിക. ഞാൻ ആൾറെഡി തന്നെ ഈ ഒരു ഡിസ്കോഡ് സെർവറിൽ വേരിഫൈ ചെയ്ത കാരണം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, യു ആർ വേരിഫൈഡ്, ആൾറെഡി വേരിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക, ഈ ഒരു വേരിഫൈ ചെയ്താൽ മാത്രമാണ് ഈ ബാക്കിയുള്ള ഈ ഒരു ചാനൽസ് മൊത്തം നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, ഇല്ലെങ്കിൽ ഇവൻ്റെ ചാനലിലുള്ള ബാക്കിയുള്ള സിമ്പിളായിട്ടുള്ള ഇവൻ്റെ ഏതൊക്കെ കാര്യങ്ങളാണ് ചാനൽ എന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മൊത്തം എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കയറി ഉടനെ തന്നെ എവിടെയാണ് വേരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണുന്നത്, ആ ഒരു വേരിഫൈയിൽ നിങ്ങൾ ഹ്യൂമൺ ആണെന്ന് വേരിഫൈ ചെയ്യണം, ഇല്ലെങ്കിൽ ആ ക്യാപ്ച റോള് സോൾവ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ റൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ റോൾസ് ഇൻഫോ ഉണ്ട്, അതേപോലെ തന്നെ കൊളാബ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ റോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത്രത്തോളം റോൾസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ പറയുന്നുണ്ട് ദ കോർ ടീം എന്ന് പറഞ്ഞിട്ട് 3 ടീം എന്ന് പറഞ്ഞിട്ടുള്ള റോൾ അവർ കൊടുക്കുന്നുണ്ട്, മോഡറേറ്റർ റോൾ അവർ കൊടുക്കുന്നുണ്ട്, ലെമോൺ എന്ന് പറഞ്ഞിട്ടുള്ള റോൾ അവർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേരിഫൈഡ് മോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ അവർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മിൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള റോൾ അവർ കൊടുക്കുന്നുണ്ട്, ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള റോൾ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല റോളുകൾ അവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആൾറെഡി തന്നെ ഇവിടെ നിന്ന് റോളൊക്കെ ക്ലെയിം ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫൈലിൽ ഇന്ന റോൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൂൾസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദ കോർ ടീം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റോളൊക്കെ എൻ്റെ കാരണമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. അപ്പോൾ പുതിയ റോൾ വരുമ്പോൾ നമുക്ക് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി അവർ എന്ത് ചെയ്യും, ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞുതരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കോഡ് സെർവറിൽ എന്ന് പറഞ്ഞാൽ ഓരോ സെർവറിലും അവരുടെ ഡെയിലി കമ്മ്യൂണിറ്റിയിൽ നമുക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. ഒന്നില്ലെങ്കിൽ GMO എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് GM എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ GN ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇല്ലെങ്കിൽ GMO എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, GMOO എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇവിടെ അയക്കാൻ പറ്റും. അപ്പോൾ ക്യാപ്സ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഭയങ്കര സ്മാൾ ലെറ്റർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ GMMO എന്ന് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇവരുടെ റോൾസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രൊഫൈലിൽ തൊടുകയാണ്. ഞാനിവിടെ പ്രൊഫൈലിൽ തൊടുമ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെ റോൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ റോൾസിൽ വേരിഫൈഡ് മോ എന്ന് മാത്രമുള്ള റോൾ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ചാനലിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് എല്ലാ കാര്യത്തിൻ്റെ അപ്ഡേറ്റും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോളൊക്കെ ഇതവിടെ വേറെ ഒരാളുടെ ഫ്രാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കിടക്കുന്നുണ്ട്. അയാളുടെ പ്രൊഫൈലിൽ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് റോളുണ്ട്. കാൽഫി ഫസ്റ്റ് കം ഫസ്റ്റ് വൺ സബ്മിറ്റഡ്, കാൽഫി ലുമമാർ റോൾ, വേരിഫൈഡ് മോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് റോൾ ആൾക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഇതിൽ പർട്ടിക്കുലർലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഏതൊരു പുതിയ പ്രൊജക്റ്റ് വരുമ്പോഴും ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനലിലും അതേപോലെ തന്നെ ഒരു ഡിസ്കോഡ് ഇപ്പം തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ വല്ല തെറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഇനിയുള്ള പുതിയ വീഡിയോകളിലൊക്കെ അതൊക്കെ മാറ്റിയിട്ടും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.